വാർത്തകളിലേക്ക് സ്വാഗതം. ലക്ഷക്കണക്കിന് പുഷ്പങ്ങളാൽ വിസ്മയമൊരുക്കി മെക്സിക്കോയിലെ നെദാൻസിംഗോയിലുള്ള സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ദേവാലയം. പ്രാദേശിക പുഷ്പകർഷകർ തങ്ങളുടെ വിളവെടുപ്പിന് നന്ദി സൂചകമായി നൽകിയ പൂക്കളാണ് ഈ അലങ്കാരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തിലധികം പൂക്കളാണ് അലങ്കാരത്തിനായി ഉപയോഗിച്ചത്. റോസാപ്പൂക്കൾ, ലില്ലി, ജറബറ തുടങ്ങി വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ കൊണ്ട് ബൈബിൾ ദൃശ്യങ്ങളും വിവിധ രൂപങ്ങളും ദേവാലയ ഭിത്തികളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ വിസ്മയ കാഴ്ച കാണുന്നതിനായി മെക്സിക്കോയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിനോദസഞ്ചാരികളും വിശ്വാസികളും നെദാൻസിംഗോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ആഗോള സമാധാനത്തിനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിൽ അംഗമാകില്ലെന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റോമിലെ പലാസോ ബൊറോമിയോയിൽ ഇറ്റാലിയൻ ഭരണകൂടവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാന ശ്രമങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രാധാന്യം കുറയ്ക്കുന്ന നീക്കങ്ങളോട് വത്തിക്കാന് യോജിപ്പില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആത്മീയവും നയതന്ത്രപരവുമായ സ്വഭാവമാണ് പരിശുദ്ധ സിംഹാസനത്തിനുള്ളതെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക 400ാമത് വാർഷികത്തിന്റെ നിറവിൽ 1626 സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ആഗോള സഭയ്ക്കായി സമർപ്പിക്കപ്പെട്ടത്. ആദ്യ പാപ്പയായ വിശുദ്ധ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ പുനർജീവിപ്പിക്കാനുള്ള അവസരമാണിതെന്ന് ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗറോ ഗംബേത്തി വത്തിക്കാൻ പ്രസ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആഘോഷങ്ങളോടനുബന്ധിച്ച് 60 ഭാഷകളിലേക്ക് ഒരേ സമയം തീർത്ഥാടകർക്ക് ആരാധനാക്രമങ്ങൾ, ഗാനങ്ങൾ, വായനകൾ എന്നിവ വിവർത്തനം ചെയ്ത് ഉപയോഗിക്കുവാനുള്ള മൊബൈൽ ആപ്പും വത്തിക്കാൻ മാധ്യമ വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. യുദ്ധബാധിതരെയും ലോകസമാധാനത്തെയും ഓർമ്മിച്ച് നോമ്പുകാലത്ത് യൂറോപ്പിലുടനീളം പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് കൗൺസിൽ ഓഫ് യൂറോപ്യൻ ബിഷപ്സ് കോൺഫറൻസ്. യൂക്കറിസ്റ്റിക് ചെയിൻ എന്ന സംരംഭത്തിന്റെ ഭാഗമായി വിവിധ യൂറോപ്യൻ സഭകളിൽ കുർബാനകൾ സംഘടിപ്പിച്ച് യുദ്ധത്തിന്റെ ഇരകൾക്കായി പ്രാർത്ഥിക്കുകയും സമാധാനം അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. നോമ്പുകാലത്തിലെ പതിവ് ആത്മീയ സംഗമമായി മാറിയ യൂക്കറിസ്റ്റിക് ചെയിൻ കൂട്ടായ്മയുടെയും പ്രത്യാശയുടെയും ചങ്ങലയായി നിലകൊള്ളുകയാണ്. അവയവദാനം എന്നത് മരണത്തിനെ പോലും മറികടക്കുന്ന സ്നേഹത്തിന്റെ ഉദാത്തമായ അടയാളമാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. റോമിലെ പ്രശസ്തമായ ബംബിനോ ജെസു ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ പുതിയ ഡയാലിസിസ് യൂണിറ്റ് ആശീർവദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 17 നടന്ന ചടങ്ങിൽ ദാനത്തിന്റെ സംസ്കാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി കർദിനാൾ സംസാരിച്ചു. ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്നേഹവും ജീവിതവും വിപണന വസ്തുക്കളല്ലെന്നും അവ പരസ്പരം സ്വീകരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.